ആ ആരപ്പത് വേറായിട്ടാ അല്ല ചെറിയ തേങ്ങട്ടണ്ടേ ആരൊന്നും പറഞ്ഞാലും വരൂല ഇന്നിപ്പോ എനിക്ക് ഒരു അർജന്റ് കേസ്. അതെ മഴയാണ് പണിക്കൊന്നും പോകാൻ പറ്റല്ലോ. നിങ്ങളൊരു 500 ഉറുപ്പ്യ കിട്ടിയാന് നാളെ തേങ്ങട്ടെ. ആ അതന്നെയാണ് പറഞ്ഞ വരവ്. പൈസ പറ്റില്ല, നാളെ പണിക്ക് വരണം. നാളെ പണിക്ക് വരണം. നാളെ നിങ്ങളെ തേങ്ങട്ടിട്ട് തന്നെ എല്ലായിടത്തും പോകണ്ടുള്ളൂ. പൊറുക്കി കൂട്ടാ നിങ്ങളെ തേങ്ങട ഓർക്കും പോകില്ല. പൊറുക്കി കൂട്ടാ. ആ നിങ്ങള് ധൈര്യത്തിൽ ഏൽപ്പിച്ചോളി. ഞാൻ പേരൂട്ടാ, നാളെ രാവിലെ വരും. ആ എവിടേക്കാ ചേരെ പോണേ? ഞാൻ ആ വേലായുധ ആ വേലായുധനായി തേങ്ങട്ടേരാന്ന് പറഞ്ഞ കായ് മായ്ക്കാട് പോയതാ. മോനം പിന്നെ കണ്ടതില്ല. ഇതവിടെ കണ്ടവനാ? വേല തന്നെയല്ലേ, അവൻ കള്ളും കുടിച്ച് കണ്ട് എവിടെയും കെടുക്കുന്നുണ്ടാവും. ഇന്നലെ അവിടെ ഇവിടെ വീഡിയോയിൽ അവിടെ നിൽക്കണ കണ്ടിന്. ആചാരാണല്ലോ. ആ വേലായുധനല്ലത് അന്നെ ഞാൻ തിരഞ്ഞെടുക്കുന്നത്. ഇത് മാറണ്ട. ഇന്നാളെ ആ കായ് മായ്ക്കാട് പോയിട്ട് തേങ്ങട്ടേരാന്ന് പറഞ്ഞ പിന്നെ ആ വൈക്കിച്ച് കൊന്നില്ല. ആചാരം ഞാൻ മാറിയിട്ടില്ല, ഞാൻ ഓർക്ക് മാറാനാ. പിന്നെ മഴക്കല്ലേ, അതുകൊണ്ട് വരാൻ പറ്റിയിട്ട. പിന്നെ അല്ല നിക്ക്, നമ്മള് ചായ പിടിച്ചിട്ടാണ് പോവാം. ഞങ്ങള് പേര് ചായ മേടിച്ചേരി, നമുക്ക് ചായ പിടിച്ചിട്ടാണ് പോവാം. ഈ മാറില്ല ഒപ്പം കൊണ്ട് മാറട്ട. ഞാനല്ല നിങ്ങളെ ഒപ്പം, ഞാൻ എങ്ങോട്ട് മാറണ ആചാരം. ഈ ആചാരം ഒരു സംശയം. കടി വേണം, കടി വേണം. ചായ ഇങ്ങോട്ട് പൊറോട്ടയും വന്നോട്ടെ, പൊറോട്ടയും വന്നോട്ടെ. തെങ്ങുമ്പോ കയറുള്ളതാ. അപ്പൊ ആചാരേ നമുക്ക് ചായ പിടിച്ചിട്ടാണ് കയറ്റം തുടങ്ങാം അല്ലേ? പിന്നെ ഇന്നൊന്ന് കയ്യേ കട്ടട്ടാ. പോണേ നിങ്ങളൊരു സംശയം. എന്താ പണിയതല്ല ഇരിക്കുന്നത് തളപ്പ്. ഞാൻ അവിടക്ക പോണേ. കഞ്ഞിടാൻ പോയാ ഞാൻ ആ പഹയൊന്ന് പോയോട്ടെ. ആ പണ്ട പഹം പോയിക്കണേ നമ്മളെ വലിയ എവിടേക്കാ പോയി ആ പഹൻ. കുട്ടികൾ ചായ എത്തിക്ക. എന്താ ആചാരം ആ കള്ള സുമൻ നമ്മളെ വലിയ അടികളോട് പോയല്ല ധൃതിയില ഇടയ്ക്ക് പോണ്. ഇന്നും അത് ഇടക്കാലത്ത് വേറെ ഓൻ്റെ മുങ്ങിയ ഇടക്കടെ കാണിച്ചു. ആ ഇപ്പൊ കിട്ടും, ഓലയൊക്കെ വേഗം കിട്ടും. ആചാരേ ആചാരേ ആരാ വേലായുധനാ? ആചാരോടെ തേങ്ങ വരാൻ പറയുന്നല്ലോ. ആചാര് അന്നെ ഇതുവരെ ഇവിടെ കാത്തുനിന്ന് അന്നെ പറമ്പ് കണ്ടു പോയിക്കണ എന്നോടാണ് ചെല്ലാൻ പറഞ്ഞു. ചെല്ലാൻ പറയാ. പിന്നെ ഇവിടെ ചായ കട്ടിയാണ്. ഇപ്പൊ എനിക്ക് ചായ വേണം. ഞാൻ ഇവിടെ നിങ്ങളെ ചായ കിട്ടിയാലും കാലം കൊണ്ട് വെച്ചാ ഞാൻ ചായ കൊണ്ടുവന്നാല് കുറച്ച് നേരം ഉസാറിട്ട് നിങ്ങളെ ചായ ഇട്ടണം. ഇത് പപ്പാക്ക് വിരൽക്കച്ച കൊടുക്കാൻ വരുന്നത് വേലയതിട്ട് എനിക്ക് ചായ കഴിഞ്ഞാൽ കുടിക്കാൻ തള്ളണ്ടാക്കി. അല്ല മാറ്റിയ എവിടാണോ വേല പോയാ? പോയി
ഞാനില്ലേ ഞാൻ മാസം വെച്ചിട്ട് ക്ലാസ് അത് എടുത്തു കൊടുത്ത്. അല്ലാ റബ്ബേ, അത് വേറെ ആൾക്കുള്ള മരുന്ന് വല്യപ്പാക്ക് അത് എടുത്ത് കൊടുത്തില്ലടാ. എനക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇജ്ജ് ഇത്ര പൊട്ടിത്തെറിപ്പ് ചെയ്യാൻ പാടുണ്ടോ? എന്തോ ഒരു നോക്കിന്നേ ആ വേലേതനോടെ ആകെ പറ്റിച്ചല്ലോ റബ്ബേ. ആ ഇങ്ങക്ക് വേറെ ആൾക്കാനുള്ള ആ മരുന്നുണ്ട്, അത് ഞാൻ അവിടെ എടുത്ത് വെച്ചിരുന്നു. അത് നമ്മളെ മോണിട്ട് എടുത്ത് കാണ്ട് വേലേതനൊടുത്തിങ്ങനെ പഠിച്ച തമ്പുരാൻ എന്റെ തേങ്ങകളിൽ ഇന്നും മുടങ്ങിയല്ല. ആ കുരുത്തം കെട്ട ചെക്കന് കുറച്ച് കൂടിയിരിക്കണ്. ഇനിയിപ്പൊ എത്ര കേട്ടോ അല്ല കഞ്ഞിരല്ലേക്ക് മോര് ഇളക്കിയിട്ടാണ് കൊടുത്തത്. തുടങ്ങിയിട്ടുണ്ടാവും. എന്താ വില ഇത് അതിന്റെ കയറ്റം കഴിഞ്ഞാ? ഒന്നും പറയണ്ട, ഞാൻ ഒരു തെങ്ങുമ്പോ പകുതിയാണ്ട് കേറ്റിട്ടുള്ളൂ. വയറിനൊന്ന് പൊട്ടിപ്പൊരിച്ചില്ലോ എരച്ചില്ലോ കൂടി ഒരു സ്വകല്ല. എന്നിട്ട് ഞാൻ ഒന്ന് കക്കൂസ് പോയി കണ്ടുവരാം. അതിനെന്തിനാ നീ ജാണ്ട് പോണേ? ഞമ്മളവിടെ പുറത്ത് കക്കൂസ് ഉണ്ടല്ലോ, യൂറോപ്പിനാണല്ലോ, അവിടെ ഇട്ടൂടെ എനിക്ക്. അത് പറ്റില്ല അവിടെ ഇരിക്കാന്. അല്ലല്ല, നമ്മൾ ആ കുറ്റിക്കാട്ടിലേ ആ പാറപ്പുറത്ത് പോയി ഇരിക്കണം. ആ സുഖം കളയണ്ടല്ലോ, ഏതായാലും കുറ്റിക്കാടല്ലേ പഴയ? അല്ലല്ല, പഴയ കുറ്റിക്കാട്ട് ഞാൻ സ്ഥിരം പോടുന്നതാണ്. ആ പണ്ടാറ കാലം ചെക്കൻ്റെ ഒരു പണി കണ്ടില്ലേ? ഇന്നത്തെ തേങ്ങടൂലും അവിടെ നിന്ന് പടച്ചോനെ ആചാരാണല്ലോ, ആകെ പറ്റിച്ചല്ല. അങ്ങനെയാണ് ഞാൻ തെരഞ്ഞെടുക്കുന്നത്. ഇത് കൊറേ കാലമായി എന്നെ കടുപ്പിച്ച് ആചാരങ്ങൾ പായിന് നിക്കല്ലേ. അല്ലല്ല, ഞാനേ മുഴുവൻ അല്ലല്ല വയറ്റുന്നു ആ മുട്ടിട്ട് ഇടങ്ങാറായിട്ട് വേണ്ടത്. ഞങ്ങൾ തേങ്ങട്ടെ ഞങ്ങൾ വിടി ആചാര എന്റെ തേങ്ങടാ അന്നെ മുഴുവ. അല്ലല്ല, നിങ്ങൾ അത് പറയില്ല, നിങ്ങൾ പറയില്ലേ. ആചാര ഇപ്പൊ നിങ്ങൾ ആയി നിക്കല്ലേ. ഞാൻ തേങ്ങ ഇട്ടേരെ വന്നുകാണ്ട്. ആ ഇത് അങ്ങനെ പല തിരക്കടും പറയും. അല്ല അത് നിങ്ങൾ ഇന്നെ പിടി വയറോ കൂടി വേദന അയച്ചു വെച്ചാൽ ഇത് ഇടങ്ങാറാവട്ടാ. ഞാൻ നിങ്ങൾ തേങ്ങ ഇട്ടരാന്ന് കൈ വാങ്ങിട്ട് പോയതാണ്. അന്നത് മുഴുവനായിരുന്നു. അന്റെ കളി പാട്ടാക്കും. പിടി കുട്ടിയിട്ടാണ് ഞാൻ കണ്ട് വരും. അന്നെ കൊണ്ട് ഈ പറമ്പ് തെങ്ങ് മുഴുവൻ കാര്യ വിട്ടേക്കോളൂ. അയ്യോ എനിക്ക് വയ്യല്ല, ഞാൻ ഈ തെങ്ങ് കയറിക്കാണ് ഞാൻ പോകട്ടാ. ഈ പറമ്പിലെ തെങ്ങ് മുഴുവൻ കാര്യ അന്നെ വിട്ടേക്കോളൂ. ഞാൻ മലം കാലേ കൂടി പോവും. ഇതെന്താ ആദ്യം മാറിക്കാലേ, താഴത്തൊന്ന് മാറിക്കാളി. മോള് കളിക്കോട് അനക്ക് ഇറങ്ങി മട്ടാനല്ലേ മെത് കൂടെ ഊറ ഭയം തൂല മനസ്സിന്റെ മെത് കൂടെ തൂറിക്കാണ്. ഇറങ്ങി വാ, അന്നെ ഞാൻ കാണിച്ചു തരാം. നാല് അന്നേ ഇവിടെ എനിക്കിന്ന് 2-3 കല്യാണം ഉണ്ട്. ഞാൻ ചെറുക്കൽക്കാ മലപ്പുറത്തേക്കാ പോകുന്നത്. ഞാനും ജനപ്പുറത്തേക്കാണ്. 2 കല്യാണം എനിക്കുണ്ട്. അജരെ ഞാനുണ്ട് കല്യാണത്തിന്. ഞാനോട് പോരാ പോവാ. അല്ല അജാര, നിങ്ങളിപ്പോ കല്യാണം ഒന്നിന്റെ കാര്യങ്ങൾ വെറുതെ എന്തിന് ഇന്റെ തീരും കൂടിയ കല്യാണം കണക്കാക്കാൻ തിരക്കൂടെ അതെങ്ങോട്ട് വന്നാണ് കല്യാണത്തിന് മുമ്പുണ്ട്. ഞാനുണ്ട് കല്യാണത്തിന്, ഞാനുണ്ട് ഇനി കൊണ്ടേ കല്യാണത്തിന്. എല്ലാവരും ചെറുപ്പത്തേക്കാണ് കല്യാണത്തിന്. അവിടെ സൂപ്പർ ബിരിയാണി ഉള്ളത്. ആ ആരാ നമ്മളെ ബാക്കുക. ആ നിങ്ങൾ പോരാ കല്യാണത്തിന്. ഇയാളെ കണ്ടാൽ എന്താ ചെയ്യുക?
ഇവിടെ നിന്ന് മാറി ആണ് പോയിക്കോട്ടെ. നടക്കാൻ പറ്റില്ല നമ്മൾ ആണ്ടാടി അവിടെ പോയി ഇരിക്കുക എന്നാ ആയിക്കോട്ടെ അവിടെ ഇരിക്കാം. അതോടെ കുറച്ച് നേരം നമ്മളിവിടെ ഇരിക്കാം നടന്നു കഴിഞ്ഞേക്കാം എന്നാ കുറച്ചേരം ഇരിക്കാന്നാല് നിങ്ങൾ ഇത്ര വേഗം കഴിഞ്ഞാ എന്നാ ഇതിങ്ങാണ്ട് പോയി പോവാ കല്യാണം ഇവിടെ അല്ലല്ലോ എനിക്ക് ബൈക്കുണ്ട് ഞാൻ പോവാ നിങ്ങളേതായാലും ഇവിടെ ഇരിക്കുവല്ലേ. എന്നിട്ട് പോവാടെ നമുക്ക് ഒന്നിച്ചാണ് പോവാണ് എനിക്ക് നേരം പറഞ്ഞിട്ട് ഞാൻ പോവാണ്. ഞാൻ എന്താ അങ്ങോട്ട് കല്യാണത്തിന് പോകണമെന്നാ അവിടെ നല്ല വെപ്പുവര ബിരിയാണി വെക്കുന്നുണ്ട് ആ ബിരിയാണി എന്നാലും പണ്ടത്തെ മാതിരി ബിരിയാണി ഒന്നും എവിടെയും കിട്ടാനില്ല. അങ്ങനത്തെ ബിരിയാണി വെക്കുന്നവർ ഇപ്പോഴും ഉണ്ടോ? ഇതൊക്കെ ബിരിയാണി ഉണ്ടല്ലോ ആ പട്ടാണിക്കാടൊക്കെ ചേർത്തിട്ട് എന്താ അതിന്റെ രസം ആ കോഴിമുട്ട കെട്ടിട്ട് ആ എലിയിൽ കുത്തിയുള്ള ബിരിയാണി എന്താ അതിന്റെ രുചി. അതേനെ ഇപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനത്തെ ബിരിയാണി ഉണ്ടാക്കുന്ന ആൾ ഇപ്പോഴും ഉണ്ട്. ഓ ആദ്യം ആ ബിരിയാണി രസം കൊണ്ട് തേൻ ഇറ്റിപ്പോയി. ആ രാജ്യല്ലേ മോള്. ഒന്ന് നോക്കി വന്ന് കുടിയേക്കണേ. അതിന്റെ ഉള്ളില് വേലയിതനാ എത്ര എനിക്ക് അതിന്റെ ഉള്ളിൽ പണി അത് വിട്ടടാ. അതാ പോയി വാണം വിട്ട മാതിരി. എന്താ അല്ല കാക്ക ഇങ്ങക്കും തന്നെ ഒരു ട്രൗസർ ഇട്ട് കണ്ടൊക്കെ നടക്കാം. മുണ്ടാടൊക്കെ അയാൾ എത്ര ഇയാളെ ഡൗസർ ഇട്ടാ ആ സാധനം നിങ്ങളെ പോയിക്കോട്ടെ. അത് ആകെ തവിട് പൊടിയായില്ല ഇന്നത്തോട്ടോ ഹലോ ഇത് പറഞ്ഞ ബിരിയാണി ഒക്കെ ആൾക്കാർ പേരെന്താ? അതാണ് ബർജീസ് കാറ്ററിംഗ് സർവീസ് കുറുകത്താണ്. ആ അതന്നെ ഞാൻ പറ്റ മറന്നാണ്. ഏ അവര് ഒരു ബിരിയാണി മാത്രല്ല ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കണ്ടേ. എന്താ അവരുണ്ടാക്കുന്ന സാധനം ടേസ്റ്റ് അറിയാം. അവരെ ഭക്ഷണം ഞാനും കഴിച്ചിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ് സാധനം. എന്നാ അത് കഴിയുമ്പോൾ നമ്മൾ അവിടെ നിന്ന് പോവാ പോയി നോക്കി നമ്മളെന്നാല്. അപ്പോൾ സ്നേഹിതന്മാരെ, ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് കുറുകത്താനി ബർജീസ് കാറ്ററിംഗ് സർവീസ് എന്ന സ്ഥാപനത്തിലാണ്. കല്യാണ ആവശ്യങ്ങൾക്കും മറ്റു പാർട്ടികൾക്കും രുചികരമായ ഭക്ഷണ പദാർത്ഥങ്ങൾ പാകം ചെയ്ത് നൽകി 20 വർഷക്കാലമായി കാറ്ററിംഗ് സർവീസ് രംഗത്ത് രുചികരമായ ഭക്ഷണ പദാർത്ഥങ്ങൾ തയ്യാർ ചെയ്ത് കൊടുത്ത് പ്രശസ്തിയാർജിച്ച ബർജീസ് കാറ്ററിംഗ് സർവീസ് കുറുകത്താനി വിദേശ ഭക്ഷണങ്ങളും വിദേശ ഭക്ഷണങ്ങളും ഏതുമാകട്ടെ രുചികരമായി പാകം ചെയ്യുന്നതിൽ ഒരു പടി മുന്നിലാണ് എന്നും ബർജീസ് കാറ്ററിംഗ് സർവീസ്. അപ്പോൾ കല്യാണോ വിരുന്നോ സൽക്കാരം എന്താകട്ടെ ഭക്ഷണ സാധനങ്ങൾ ഓർഡർ ചെയ്യാൻ ഇങ്ങോട്ട് വന്നോളി ബർജീസ് കാറ്ററിംഗ് സർവീസ് കുറുകത്താനി.